കണ്ടോ കണ്ടോ സവാള എല്ലാം പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സവോളയുടെ കാര്യത്തിലും തീരുമാനമായി. സവോള കട്ട് ചെയ്യാൻ പുതിയ മെഷീനൊക്കെ വന്നിട്ടുണ്ട്. ഇത് കൂടുതലും കാറ്ററിംഗ് ആവശ്യത്തിനായിട്ടാണ് എടുക്കുക. പ്രധാനമായും നമ്മൾ കൂടുതലും സവോള അരിയുന്നത് കറിക്കായിരിക്കുമല്ലോ. പാചകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ സവോള കട്ട് ചെയ്യുന്ന കാര്യത്തിലുമാണ്. എത്ര കട്ട് ചെയ്തുകൊണ്ടിരുന്നാലും സമയത്തിന് തീരുകയും ഇല്ല. ഇവർ കാട്ടുനട ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വൈകുന്നേരമുള്ള സായാഹ്ന ഭക്ഷണം ഒരുക്കാൻ വന്ന പാചകക്കാരാണ്. 5000 പേർക്കുള്ള കറിയാണ് ഇവർ ഉണ്ടാക്കിയത്. നിമിഷ നേരത്തിലാണ് വന്ന് പാചകം എല്ലാം അവർ ചെയ്തിട്ട്. ഇവർ ഈ മിഷനിൽ 5000 പേർക്കുള്ള കറിക്കുള്ള സവോളയാണ് അരമണിക്കൂറിനുള്ളിൽ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ സമയവും ലാഭിക്കാം, എളുപ്പത്തിന് പണിയും കഴിയും. നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് കറിക്കൊക്കെ നമ്മൾ 2 സവാള കട്ട് ചെയ്യുമ്പോൾ തന്നെ കരിഞ്ഞ് പണ്ടാരം അടങ്ങും. എന്നാൽ ഈ മെഷീനിൽ എത്ര സവാള ഇട്ടാലും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ല. ഈ മെഷീൻ കണ്ടപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. ഞാൻ ഈ സവാള മെഷീൻ ഒന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ. കണ്ടോ കണ്ടോ സവാള എല്ലാം പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരേ അളവിലെല്ലാം കിട്ടും കേട്ടോ. നമുക്ക് പെട്ടെന്ന് അങ്ങനെ വഴറ്റി എടുക്കാനും പറ്റും. അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്ര ഫിനിഷായിട്ട് വരത്തില്ല. എന്തായാലും ഈ സംഭവം കൊള്ളാം കേട്ടോ. ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ അതൊക്കെ ഓയിൻ്റെ ഇത് എവിടുന്ന് വാങ്ങിയ വാടകയ്ക്ക് എടുത്തതാണ് അല്ലേ? ഇന്നലെ ഞാൻ വന്ന് നിന്നേനെ ഇതുണ്ടായിരുന്നു. സത്യം കട്ട് ചെയ്യാത്തവർക്ക് ഇഷ്ടപ്പെട്ടു. എത്ര പെട്ടെന്നാണെന്നോ ഈ സവാളകളെല്ലാം ഈ രീതിയിൽ കട്ടാക്കി എടുത്തത്. എന്തായാലും ഇത് കൊള്ളാം കേട്ടോ. ഒരെണ്ണം വീട്ടിൽ മേടിച്ച് വെച്ചാൽ കൊള്ളാമായിരിക്കും. ഇത്ര ഹെവി മിഷൻ്റെ ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. പിന്നെ എന്തായാലും ഇത് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി. എന്തായാലും അത്രയും സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ ഈ സവാള എല്ലാം ഇങ്ങനെ ഈ മെഷീനിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ മെഷീനിലിട്ട് കട്ട് ചെയ്തപ്പോൾ സവാള എല്ലാം ഒരേ അളവിലാണ് കട്ട് ചെയ്ത് കിട്ടിയത്. അത് മാത്രമല്ല നല്ല തിന്നായിട്ടാണ് കേട്ടോ. അത്രയും കട്ടി കുറഞ്ഞ രീതിയിലാണ് സവാള കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമുക്ക് കറി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുകയും ചെയ്യും. അതാണ് ഈ മെഷീന്റെ മറ്റൊരു പ്രത്യേകത. പെട്ടെന്ന് എല്ലാ ജോലിയും എളുപ്പമാക്കാമെന്നാണ് ഈ പാചകക്കാർ. പോകെ ഇതുപോലെ കുറച്ച് മെഷീൻസ് ഒക്കെ വന്നാലേ ഇങ്ങനെയുള്ള പാചകക്കാർക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിന്റെ വില എത്രയാണെന്നൊന്നും അറിയില്ല. ഇതവർ സ്വന്തമായി വാങ്ങിയതല്ല, വാടകയ്ക്ക് എടുത്തിട്ട് വന്നത്. ഇത് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. ആ മെഷീനിൽ കട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനും കുറച്ചു സമയം എന്തായാലും സംഭവം കൊള്ളാം. ഇങ്ങനെയുള്ള മെഷീനൊക്കെ ഈ പാചകക്കാർക്ക് ഒരു ആശ്വാസം തന്നെയാണ്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ ഒരു ആകാംക്ഷയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാകാം. ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തായാലും മറ്റുള്ളവർക്കും ഇത് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.